നേരത്താണ് അയാൾ വന്നത്. ഞാനപ്പോൾ മൊബൈലിൽ റീൽസ് കണ്ടുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി മുറ്റത്തൊരു അപരിചിതനെ കണ്ടപ്പോ ഞാനൊന്ന് പരിഭ്രമിച്ചു. കാലം അതാണല്ലോ. മിസ് രേഷ്മയല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അതേ എന്ന അർത്ഥത്തിൽ ഞാൻ തലയിളക്കി. എന്റെ അമ്പരപ്പ് മാറിയിരുന്നില്ല. നല്ല ഉയരമുള്ള വെളുത്ത സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. ആരാ? മനസ്സിലായില്ല. എന്റെ ചോദ്യം അയാൾക്കൊരു ആശ്വാസമായതുപോലെ തോന്നി. ഞാൻ ആനന്ദ്. എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഫിലിം ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്. ഫിലിം ഫീൽഡ് എന്ന് കേട്ടപ്പോ ഒരു പഴയ കലാതിലകമായിരുന്ന അവളുടെ മനസ്സൊന്നിളകി. സർ ഇവിടെ? എന്റെ ചോദ്യം കേട്ടപ്പോൾ അയാൾക്ക് കൂടുതൽ ഉത്സാഹമായി. വല്ലാത്ത ചൂട്. ഞാൻ അകത്തേക്ക് വന്നോട്ടെ മിസ് രേഷ്മ? അപ്പോഴാണ് അവൾ ഓർത്തത്. മുറ്റത്തെ പൊരിവെയിലിൽ നിർത്തിയാണല്ലോ താൻ അയാളെ ക്രോസ് വിസ്താരം ചെയ്തത്. കയറി വരൂ. ഞാൻ അല്പം ജാള്യതയോടെ അയാളോട് പറഞ്ഞു. ആശ്വാസത്തോടെ അയാൾ സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്? എന്തുമാവാം. എന്റെ ചോദ്യം കേട്ടതും എന്തുമാവാം എന്നയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ദാഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുക്കളയിൽ ചെന്നപ്പോ തലേന്ന് വാങ്ങിയ നാരങ്ങ അതുപോലെ അവിടെ ഇരിക്കുന്നു. ഒരു ലൈം ജ്യൂസ് ആവാം. ആർത്തിയോടെ അയാൾ അത് ഒറ്റ വലിക്ക് അകത്താക്കി. ഞാൻ വന്ന കാര്യം പറയാം മിസ് രേഷ്മ. ഞങ്ങളൊരു പുതിയ സിനിമ പ്ലാൻ ചെയ്യുകയാണ്. നായിക പുതുമുഖമായിരിക്കണമെന്ന് പ്രൊഡ്യൂസർക്ക് വലിയ നിർബന്ധം. ഒരുപാട് അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി. ഒടുവിൽ ഈ നാട്ടുകാരനായ ദിവാകരൻ മാഷാണ് മിസ് രേഷ്മയുടെ കാര്യം പറഞ്ഞത്. സ്കൂളിൽ ദിവാകരൻ മാഷായിരുന്നു കലാരംഗത്ത് തനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയതെന്ന് അവൾ ഓർത്തു. ദിവാകരൻ മാഷ് എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. രേഷ്മ കലാതിലകമായിരുന്നെന്നും പിന്നെ അച്ഛൻ്റെ മരണവും അമ്മയുടെ അസുഖവും എല്ലാം. എന്തായാലും കഷ്ടപ്പാടെല്ലാം ഇതോടെ അവസാനിക്കാൻ പോവുകയാണ് മിസ് രേഷ്മ. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പിന്നീട് അയാൾ സിനിമാ താരമായാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് വാചാലനായി. ഒടുവിൽ അയാൾ പോകാനായി എഴുന്നേറ്റു. അപ്പോൾ ശരി മിസ് രേഷ്മ, നമുക്കുടനെ വീണ്ടും കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തോളിൽ തൂക്കിയിട്ടിരുന്ന ബാഗ് തുറന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അയാൾ അവളുടെ നേർക്ക് നീട്ടി. ഒരു ചെറിയ അഡ്വാൻസ് 10,000 ഉണ്ട്. വേണ്ട സർ, എനിക്കൊന്ന് ആലോചിക്കാം. മിസ് രേഷ്മ ആലോചിച്ചോളൂ. താല്പര്യമില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ വന്ന് ക്യാഷ് തിരികെ വാങ്ങിച്ചോളാം. രേഷ്മ മനസ്സില്ലാ മനസ്സോടെ ക്യാഷ് വാങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു. മിസ് രേഷ്മ, ഒന്നും തോന്നരുത്. എനിക്ക് താങ്കളുടെ കുറച്ച് സ്റ്റിൽസ് വേണമായിരുന്നു. പ്രൊഡ്യൂസറെ കാണിക്കാനാണ്. അവൾക്കും അതിൽ അപാകതയൊന്നും തോന്നിയില്ല. തന്റെ ഡിജിറ്റൽ ക്യാമറയിൽ അയാൾ അവളുടെ പല പോസുകളിലുള്ള കുറെ ചിത്രങ്ങൾ എടുത്തു. ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അയാൾ രേഷ്മയോട് പറഞ്ഞു. മിസ് രേഷ്മയിൽ നിന്നും പോസിറ്റീവായൊരു തീരുമാനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം താമസിയാതെ ഷൂട്ടിംഗ് ഉണ്ടാവും. എന്തായാലും 2 ദിവസത്തിനകം മിസ് രേഷ്മയെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. അയാൾ യാത്ര പറഞ്ഞിറങ്ങി. പ്രതീക്ഷാ നിർഭരമായ ദിനങ്ങൾ. അമ്മയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ, അനിയത്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ബംഗ്ലാവ്, കാറ്, അങ്ങനെ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ അന്നും ആനന്ദിന്റെ വരവും പ്രതീക്ഷിച്ച് മുറ്റത്തെ ചെമ്പകച്ചുവട്ടിൽ വഴിക്കണ്ണുമായി ദിവാസ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു അവൾ. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. ദൂരെ ചെമ്മൺ പാതയിലൂടെ ഓടി വരുന്നൊരു പെൺകുട്ടി. കുറെ കൂടി അടുത്തെത്തിയപ്പോൾ അത് തന്റെ അനിയത്തിയാണെന്ന സത്യം ഒരാന്തലോടെ അവൾ തിരിച്ചറിഞ്ഞു. അകാരണമായൊരു ഭീതി അവളെ വലയം ചെയ്തു. അക്ഷമയോടെ അവൾ അനിയത്തിയെ നോക്കി നിന്നു. അവളിതാ തൊട്ടു മുൻപിൽ. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. വേവലാതിയോടെ രേഷ്മ അവളെ നോക്കി. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ രേഷ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിപ്പോയി. വല്ലാത്തൊരു ഭയം രേഷ്മയെ പിടികൂടി. വിറയലോടെ അവൾ മൊബൈലിലേക്ക് നോക്കി. ഒരു വീഡിയോ. അതിലെ നായിക അവളായിരുന്നു. അവളുടെ സുന്ദരമായ മുഖം, അതിനു താഴെ അവളുടേതല്ലാത്തൊരു നഗ്ന ശരീരം.
അവൾ സ്തബ്ധയായിപ്പോയി. എവിടെയോ ചതി പറ്റിയിരിക്കുന്നു. തന്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. വീഴാതിരിക്കാനായി അവൾ ചെമ്പകമരത്തിൽ മുറുകെ പിടിച്ചു.